എനിക്ക് എപ്പോഴും കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ചോദിക്കണം തോന്നിയ ചോദ്യമാണ്, എങ്ങനെയാണ് ഇത്ര ഹൃദ്യമായി പെരുമാറാൻ സാധിക്കുന്നത്? അയ്യോ, താങ്ക് യു. അങ്ങനെയില്ല, നമ്മൾ കാണുമ്പോൾ നമ്മൾ വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു ജീവിതം തന്നെയായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. അത് അച്ഛനും അമ്മയും അങ്ങനെ തന്നെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്തത്. അതായത് സാധാരണയിൽ നിന്നും അസാധാരണമായിട്ട് എന്നുള്ള ആ ബിഗ് സ്ക്രീൻ സങ്കല്പം വീടിൻ്റെ ഉള്ളിൽ വന്നിട്ടേ ഇല്ല, കയറി വരാൻ സമ്മതിച്ചിട്ടില്ല എന്നോ അല്ലെങ്കിൽ അങ്ങനെ ട്രെയിനിങ് ആണ്. അപ്പോൾ റെഗുലർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നെ ഉള്ളൊരു ചൈൽഡ്ഹുഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കണം. കാരണം ഇപ്പോൾ ദിവ്യ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിറയെ ക്യാമറകൾ കണ്ട് പകച്ചു പോയൊരു ദിവ്യയാണ് റീൽസിലൊക്കെ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര അതിശയം, ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു സാധാ ചുരിദാറൊക്കെ ഇട്ടിട്ട് നമ്മുടെ നാടൻ പെൺകുട്ടി, പ്രത്യേകിച്ചും ഇത്രയും കൾച്ചറൽ ഡിഫറൻസ് ഉള്ളവരിടത്ത് താമസിക്കുമ്പോൾ എങ്ങനെയാണ് അതിന് സാധിക്കുക? അത് ആ രാജ്യത്തെ കുറിച്ചുള്ള ഒരു സങ്കല്പം കൂടിയാണ്. ആ രാജ്യത്ത് എല്ലാവരും ഇപ്പം നമ്മൾക്ക് പട്ടുസാരി എത്രത്തോളം ഗ്രാൻഡ് ആണോ അല്ലെങ്കിൽ ചുരിദാർ എത്രത്തോളം കാഷ്വൽ ആണോ അതുപോലെ തന്നെയാണ് അവിടെയുള്ളവർക്കും ഓരോരോ ക്ലോത്ത്സും. പിന്നെ അതെനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഇമാജിനേഷനാണ്. അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ നമുക്കത് സ്റ്റൈലായിട്ടൊക്കെ തോന്നണതാണ് വേഷവിധാനാണെങ്കിൽ. ആക്ച്വലി അവിടെ നമ്മളുടെ ഇവിടെ ഉള്ളവരൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് ഒരു ഫാമിലിക്ക് തന്നെ, ഒരു ഫാമിലി യൂണിറ്റിന് തന്നെ പുറത്തുനിന്ന് ഒരുപാട് ഹെൽപ്പ് കിട്ടാൻ ഇവിടെ എളുപ്പമാണ്. അമേരിക്കയിലൊക്കെ നമ്മള് തന്നെയാണ്. അതെ, നമ്മളിപ്പോ സംസാരിച്ചപ്പോ ദിവ്യ പറയായിരുന്നു ഈ കുഞ്ഞുങ്ങളുടെ ടിഫിൻ പാക്ക് ചെയ്യുന്നതോട്ട് എല്ലാ കാര്യങ്ങളും നമ്മള്, അതായത് ഈവൻ ഒരു സർവീസ് ഓർഡർ ചെയ്യണമെങ്കിൽ പോലും അതൊരു ഇപ്പൊ അത് ഒരു ട്രാഷ് പിക്കപ്പ് ആയിരിക്കാം, എന്താണെങ്കിലും അത് അതിന്റെ ഒരു രീതിയിൽ ഇപ്പൊ പരിചയം കൊണ്ടോ അല്ലെങ്കിൽ നമുക്കൊരു നമ്മൾ ഇത്ര നാളായിട്ട് നമുക്കറിയാം ആ ബന്ധത്തിന്റെ അങ്ങനത്തെ ഒന്നുമേ ഇല്ലാത്തൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ് അത്. റൂൾസ് ഫോളോ ചെയ്യുന്ന അങ്ങനത്തെ ഒരു റൂൾസാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ രാജ്യത്ത് ജീവിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവിടെയാണ് കുറച്ചും കൂടെ ഹാർഡർ. അതെ. അപ്പോൾ നമ്മൾക്ക് അതൊരു കോൺസെപ്റ്റ് ആണ്, അയ്യോ അമേരിക്കയിൽ ഭയങ്കര. പക്ഷെ ഇപ്പോൾ അവിടെ ജീവിക്കുമ്പോഴും ഇപ്പം നമ്മൾ ഈ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നതിന് മുന്നേ ഐശ്വര്യക്കുട്ടീനെ ഇവിടെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികളെ പോലെ രണ്ടായിട്ട് മുടിയൊക്കെ പിന്നീട് അവൾ ഭയങ്കര നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നു. അത് ഉറപ്പായിട്ട് ദിവ്യ എന്ന അമ്മയ്ക്ക് തന്നെയാണ്. കാരണം പുറത്തു നിന്ന് വന്നൊരു കുഞ്ഞ് ഇത്ര നമ്മളോടൊക്കെ ചോദിക്കുന്നതിനെല്ലാം മറുപടി പറയുന്നു. അപ്പം എങ്ങനെയാണ് ദിവ്യ മക്കളെ വളർത്തിയെടുക്കുന്ന ആ ഒരു കാര്യത്തിൽ? മക്കളെ അവിടെയാണെങ്കിലും ഇവിടെ ആണെങ്കിലും അവർ എക്സ്പോസ്ഡ് ആവുന്നത് നമ്മുടെ കൾച്ചറാണല്ലോ. കാരണം ഞാൻ എന്നും എൻ്റെ കർമ്മ മേഖല നമ്മുടെ കൾച്ചർ ഡാൻസിനോട് ചേർന്നാണ്. അപ്പോൾ അവിടെ ഓരോ കഥകൾ പറയുമ്പോൾ അത്രയേ ഉള്ളൂ, നമ്മളുടെ ഓരോരോ കൾച്ചറൽ സ്റ്റോറീസ് പറയുമ്പോൾ അതിന് എല്ലാത്തിനും ഒരു മോറൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, വാല്യൂസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കും. പിന്നെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടും ഞാൻ വിചാരിക്കുന്ന ഡിസിപ്ലിൻസ് ഫോളോ ചെയ്യുന്നവർ കാണുന്നുണ്ട്. ഇപ്പോൾ എത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിവർത്തി ഉണ്ടെങ്കിൽ എത്രയായിട്ട് വയ്യെങ്കിലും ക്ലാസ്സുകൾ മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ സ്കൂളിലൊക്കെ ഇപ്പോൾ ഒരു ജലദോഷ പനി വന്നാലും ഞാൻ പറയും പോയിരിക്കാൻ പറ്റുമെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മറ്റുള്ളവർക്ക് ഇൻഫെക്ഷൻ കൊടുക്കാണ്ട്, അങ്ങനെ കണ്ടേജിയസ് അല്ലെങ്കിൽ പറ്റുകയാണെങ്കിൽ പോവും. അങ്ങനെ ഞാനങ്ങനെ ഫോഴ്സ് ചെയ്യാറില്ല. പക്ഷേ അവർ കാണാറുണ്ട്. അപ്പോൾ എന്നോട് ചോദിക്കും തലവേദനയാണെങ്കിൽ എന്തിനാ പോകണേ ക്ലാസ്സിന്? ഞാൻ പറഞ്ഞു ക്യാൻസൽ ചെയ്താൽ ആര് പഠിപ്പിക്കും? അല്ല പഠിപ്പിക്കണ്ട. അപ്പോൾ പഠിപ്പിക്കണമെങ്കിൽ നിങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യോ കറക്റ്റായിട്ട്? അതെനിക്കറിയില്ല. ഞാൻ പറഞ്ഞു അതെനിക്കും അറിയില്ല. അപ്പൊ അങ്ങനത്തെയൊക്കെ കോൺവെർസേഷൻസ് രസകരമായിട്ടുള്ള ഉണ്ടാവാറുണ്ട് മക്കളുടെ ഇവിടെ. കാരണം ഇതിപ്പോ ദിവ്യ വെറുതെ ഒരു പറയുന്നതല്ലാന്ന് എനിക്ക് പേഴ്സണലി അറിയാം. കാരണം ഇന്നലെ സംസാരിക്കുമ്പോൾ ദിവ്യക്ക് രാത്രി 9:30 വരെ ഷൂട്ട് ഉണ്ടായിരുന്നു. കാരണം ദിവ്യ വേറൊരു ഒരു ഗിന്നസ് റെക്കോർഡിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അപ്പം ആ 9:30 കഴിഞ്ഞിട്ട് വെളുപ്പിനെ 3 മണിക്ക് US ടൈമിൽ ആള് ഓൺലൈൻ ഇവിടെ ക്ലാസ് എടുക്കുകയായിരുന്നു. അപ്പൊ എനിക്കത് നന്നായിട്ട് അറിയാം.